കൃഷിയാണ് ലഹരി. ലഹരി ഉപയോഗത്തിലേക്ക് കുട്ടികൾ തിരിഞ്ഞു പോകാതെ അവരെ എങ്ങനെ സംരക്ഷിക്കാം? ഇതെൻ്റെ കുട്ടികൾ. പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ച അറിവുകളെ എങ്ങനെ പ്രാവർത്തികമാക്കി മാറ്റാം എന്നതിനുള്ള ശ്രമത്തിലാണ് അവർ. പാഠപുസ്തകത്തിൽ നിന്നും പറമ്പിലേക്ക് എന്ന ആശയവുമായാണ് ഹോസ്റ്റൽ ജീവിതം നയിക്കുന്ന അവർ കൃഷിസ്ഥലം തിരഞ്ഞെടുത്തത്. അധ്വാനിച്ചു നേടിയെടുക്കുന്ന വിജയത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇതവരെ സഹായിക്കും. ഇത്തരം കുട്ടികൾ ഏർപ്പെടുന്ന പ്രവൃത്തികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഇതുമാത്രമല്ല, രാസവളമില്ലാത്ത ഭക്ഷണ വസ്തുക്കൾ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചു കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയും. കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾ മണ്ണിൽ പൊന്നു തന്നെ വിളയിക്കും. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ അവർക്കൊരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതികൾ അവലംബിക്കുകയാണെങ്കിൽ അതവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനുള്ള ഉപാധിയായി മാറും. നമ്മുടെ പ്രോത്സാഹനം എപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിലും മനോഹരമായി കുട്ടികൾ ആ പ്രവൃത്തികൾ ഭംഗിയായി ചെയ്തു തീർക്കും. ഇത്തരം പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ നമുക്ക് തിരിച്ചുവിടാനായാൽ തീർച്ചയായും ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും നമുക്കവരെ സംരക്ഷിക്കാനാവും. ചീരയും വെണ്ടയും പയറും മുളകുമെല്ലാം കുട്ടികൾ എത്ര ഭംഗിയായാണ് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം തന്നെയാണ് പ്രതിവിധി എന്ന് കുട്ടികൾ നിശ്ചയിച്ചുറപ്പിച്ചു. കൂടാതെ ഫലവൃക്ഷ തൈകളായ പ്ലാവും മാവുമെല്ലാം നട്ടുവളർത്തുവാനും പ്രോത്സാഹിപ്പിച്ചു. നല്ല ആരോഗ്യത്തിനായി സ്വന്തമായി കൃഷി ചെയ്യൂ. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും നമുക്ക് കെട്ടിപ്പടുക്കാം. അപ്പോൾ കൃഷിയാണ് ലഹരി.